ചെത്തൈസ് ഇന്നധിക സ്ഥലത്തും കാണാൻ കിട്ടാത്തൊരു കാഴ്ച. കൈകൊണ്ട് ചെത്തൈസ് ഉണ്ടാക്കുന്നതിൻ്റെ രംഗങ്ങൾ. ചെത്തൈസ് എന്ന് പറഞ്ഞാൽ ഐസ് ബ്ലോക്ക് ചെത്തിയിട്ടിട്ട് അതിൽ സർവത്തൊഴിച്ചിട്ട് ചെത്തൈസ്. അതാണ് തലശ്ശേരിക്കാരുടെ സ്വന്തം ചെത്തൈസ്. എന്നാൽ ഇന്ന് തലശ്ശേരിയിൽ പോലും കുറേ കാലമായിട്ട് ഈ ചെത്തൈസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന രംഗം കാണാറില്ലായിരുന്നു. കണ്ണൂരൊക്കെ മെഷീൻ കൊണ്ടുണ്ടാക്കുന്ന ചിരണ്ടി ഐസ് വളരെ പോപ്പുലറാണ്. അതേപോലെ അവിൽ മിൽക്ക് എനിക്ക് തോന്നുന്നു ഓൾ കേരള പോപ്പുലറാണ്. അവിൽ മിൽക്കും അതിൻ്റെ പല പല വെറൈറ്റീസും. നാടൻ അവിൽ മിൽക്ക് പോലും ഉണ്ട്. അതേപോലെ ഐസ്ക്രീം ചേർക്കുന്ന അവിൽ മിൽക്ക് വരെ ഉണ്ട്. പക്ഷേ ഈ ചെത്തൈസ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തലശ്ശേരിയിലെ സെൻറ്റ് ജോസഫ്സിൽ പഠിക്കുന്ന കാലത്ത് മൈതാനത്തിനടുത്ത്, ഇന്നത്തെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എല്ലാ സ്കൂളുകളും 5 പ്രമുഖ സ്കൂളുകളും സ്പോർട്സ് കൊണ്ടാടുന്ന, കളിക്കാൻ ക്രിക്കറ്റും മറ്റും കളിക്കാൻ പോകുന്ന മൈതാനം, പ്രശസ്തമായ ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച അസറുദ്ദീനൊക്കെ കളിച്ച ആ മൈതാനം, അവിടെ 5 പ്രമുഖ സ്കൂളുകളുടെ സ്പോർട്സ് നടക്കും. സെൻറ്റ് ജോസഫ്സ്, ബ്രണ്ണൻ, BMB കോൺവെൻറ്റ് ഗേൾസ്. കൂടാതെ ഡെയിലി മാച്ചും രഞ്ജി ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം ആ സ്റ്റേഡിയത്തിന് അടുത്തായിട്ട്, ആ പഴയ മൈതാനത്തിന് അടുത്തായിട്ട് ഒരു വണ്ടിയിൽ ഇതുപോലെ കുറേ അധികം കാലം ചെത്തൈസ് ഉണ്ടാക്കി വിറ്റിട്ടുണ്ടായിരുന്ന ഒരു അസൂക്ക ഉണ്ടായിരുന്നു. അടുത്തത് 2 ഐറ്റംസേ ഉണ്ടായിട്ടുള്ളൂ, ചെത്തൈസും പിന്നെ ഇന്നത്തെ അവിൽ മിൽക്കിൻ്റെ ഒക്കെ ആദിമ രൂപമായ ഒരു കായട്ടടി എന്ന് പറഞ്ഞൊരു സാധനവും. അത് ഈ നല്ല പഴുത്ത മൈസൂർ പഴം, പഴുത്ത് ചിലത് കിടാറായതൊക്കെ ഉണ്ടാവും. മൈസൂർ പഴം 2-3 ഗ്ലാസ്സിൽ തന്നെ സ്പൂൺ കൊണ്ട് ഉടച്ച് അതിലേക്ക് ഐസ് ചെത്തിയിട്ട് സർവത്തിട്ട് തരുന്ന ഒരു തിക്കായിട്ടുള്ളൊരു സംഭവം. അതൊക്കെ അന്ന് 90 to 95 ആണ് ഞാൻ 95 10th ബാച്ച്, 90 to 95 പീരീഡ് 90s ഞാനത് കാണുകയും കളിച്ച് ദാഹിച്ച് വലന്ന് വരുമ്പോൾ പലപ്പോഴും വളരെ ടേസ്റ്റോടു കൂടി ഈ ചെത്തൈസിന് 2 രൂപ എന്തായിരുന്നു ആ സമയത്ത്, കായിട്ടടിക്ക് 5 രൂപ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായ ഓർമ്മ ഉള്ളവരുണ്ടെങ്കിൽ, തലശ്ശേരിക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയാൻ സന്തോഷമുണ്ട്. പിന്നീട് 2000 ആയപ്പോഴേക്കും നമ്മളും പല വഴിക്ക് പോയി ഒരുപാട് നാടൊക്കെ ചുറ്റി വന്നപ്പോൾ സ്റ്റേഡിയത്തിനടുത്ത് അസുഖാനെയും വണ്ടിയും കാണാതായി. അന്വേഷിച്ചപ്പോൾ അസുഖ മരിച്ചുപോയി എന്നറിയപ്പെട്ടു, അറിയാൻ സാധിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് കാലം അസുഖാൻ്റെ മകനത് നടത്തിയായിരുന്നു ആ ബിസിനസ്, ഫാദറിൻ്റെ. അതും കുറച്ച് നാളെ നീണ്ടുള്ളൂ, അതേ സ്പോട്ടിൽ സ്റ്റേഡിയത്തിനടുത്ത് തന്നെ. പക്ഷേ അതും ഇപ്പോൾ ഇന്ന് അറിയാൻ പറ്റിയത് ആ മകനും അകാല മരണം അടയുണ്ടായി എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും തലശ്ശേരി 2 ഇതുപോലെയുള്ള ഉന്തവണ്ടി സ്റ്റാളുകൾ, ഒന്ന് മട്ടാമ്പറം മള്ളിൻ്റെ അടുത്തും കാണാനിടയായി. ഈ കാണുന്ന സ്റ്റാള് തലശ്ശേരി മീൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ്, കടൽപ്പാലത്തിനടുത്ത് കടപ്പുറത്തായിട്ട് മീൻ മാർക്കറ്റിന് തൊട്ടടുത്ത്. അസുഖ കാലത്ത് ഈ 90s ഞാനത് കാണുന്നതിന് മുമ്പേ അവിടെ ഉണ്ട്, 80s ഉണ്ട് എന്ന് എൻ്റെ കണക്കൂട്ടിൽ. അതൊക്കെ നല്ല പ്രായമുണ്ട് ആ സമയത്ത് തന്നെ. ചെറുതായിട്ട് കറുത്തിട്ട് എപ്പോഴും ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ചുരുട്ടും ഇന്നിപ്പോൾ എവിടെയും കാണാനില്ല. എൻ്റെ അറിവ് ശരിയാണ്, തലശ്ശേരി ചാലിൽ പ്രദേശത്തുകാരനായിരുന്നു അസുഖയും മകനും ഫാമിലിയൊക്കെ. ആ കാലത്ത് ചാലിൽ പ്രദേശത്ത് ചുരുട്ട് കിട്ടുമായിരുന്നു, ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് ചുരുട്ടും എവിടെയും കാണാനില്ല. കണ്ണൂർ സിറ്റി പോലെ തന്നെ. എന്തായാലും ആ കാലത്ത് മൂപ്പര് ഇതൊക്കെ ഈ പണിയൊക്കെ എവിടെ നിന്ന് പഠിച്ചെടുത്തു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. വേറെ എവിടെ ഈ ചെത്തൈസ് അധികം കണ്ടിട്ടില്ല, കേരളത്തിൽ തന്നെ. തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ ഒന്നും തന്നെ, കേരളത്തിന് പുറത്തും അതെ. ദുബായിലും ഗൾഫിലൊക്കെ ഇതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അറബികളൊക്കെ ക്യൂ നിന്ന് വാങ്ങൂലേ എന്നെനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. കാരണം ആ ചൂട് സ്ഥലത്ത് അതൊരു പുതുമയാണല്ലോ. നല്ല ഫ്രഷ് ആൻഡ് ഹൈജീനിക് ആയിട്ട് കൊടുക്കണം എന്ന് മാത്രം. ചിലപ്പോൾ യൂസഫ് അലിനേക്കാളൊക്കെ വലിയ ബിസിനസ്സുകാരനായിക്കൂടായില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ ചിന്തിച്ച് നോക്കാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ എന്തുതന്നെയായാലും അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു ചെത്തൈസ് വാങ്ങി കുടിച്ചു 30 രൂപക്ക്. അവിൽ മിൽക്കിന് അവിടെ 40 രൂപയാണ് ഇയാളെടുത്ത്. തലശ്ശേരി മീൻ മാർക്കറ്റിൻ്റെ അടുത്ത് പോയാൽ അയാളെ കാണാം. നിങ്ങൾ ചെറുപ്പത്തിൽ ചെത്തൈസ് കുടിച്ചിട്ടുള്ളവരാണോ? ചെത്തൈസിനെ കുറിച്ച് അറിയാമോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ മെഷീനിലല്ല, ഇതുപോലെ മാനുവലായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന പലകൻ്റെ മേലയിൽ ഇങ്ങനെ വരച്ചിക്കൊണ്ട് ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ സന്തോഷമുണ്ടാവും. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അത് പറയേണ്ടതില്ലല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.
ആരോടാ ഇളക്കുന്നതെന്ന് അറിയോ? ശരി ആ സീറ്റാണ് ചോദിച്ചത്. ഉണ്ടാ കുറച്ച് അഭിനയുണ്ടാ? ഇതായിട്ട് കിട്ടിയ പഴയത് അള്ളാക്കറിയേ. ആ ശരി ഇതാ ഒന്ന് രണ്ട് ചെരൂല ഫോട്ടോ കേട്ടോ അഭിനയുണ്ടാണ്. ചെരൂല ആരോടെ ഇല്ലാതെ പറയുന്നത് അറിയോ? ഉണ്ടാ സാറത്തി കൂടാ